ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചൂട് സമയത്ത് എത്ര പെട്ടെന്നാണല്ലേ പഴമൊക്കെ കറുത്ത് തുടങ്ങുന്നത്. എന്നാൽ ഇതുപോലെ കറുത്ത പഴം കഴിക്കാനാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഇതുപോലത്തെ പഴം ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവൻ ഗോതമ്പ് പൊടിയിലോ മുഴുവൻ മൈദയിലോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ പകുതി പകുതിയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിനും കുറച്ച് കൂടുതലായിട്ട് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം എണ്ണയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുറച്ചായി വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് ഒന്ന് നീഡ് ചെയ്തെടുക്കാം. വെള്ളം ഞാനിപ്പോൾ സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം കൈയെടുക്കാതെ ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ടൊന്നും കൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഞാനിവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്കിത് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം പഴുത്ത പഴമാണ്, മീഡിയം സൈസിലുള്ളത്. ഏത് ടൈപ്പ് പഴം ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പഴം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്കൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പഴമൊക്കെ എപ്പോഴും സോട്ട് ചെയ്യുമ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നോക്കൂ, പഴത്തിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ പഴം നല്ലപോലെ പഴുത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ ഒരു രീതിക്ക് തയ്യാറായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. ഈ ഒരു തേങ്ങയും പഴവും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴവും തേങ്ങയും നല്ല പോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിക്ക് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റായി ആ ഒരു പഴവും തേങ്ങയും ഒക്കെ കൂടെ ഒന്ന് യോജിച്ച് വരണം. ഈ ഒരു രീതിക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഉടച്ചു കൊടുക്കണ്ട. ആ ഒരു പഴം ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാകുക. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജീരകം പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം ഈ ഒരു രീതിക്ക് മാത്രം ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഉടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ചെറുതായിട്ട് മാത്രം ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റഫിങ് ഉണ്ടാക്കുന്ന അത്രയും സമയം കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഒന്നും കൂടി ഇതൊന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 4 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കിയിട്ടാണ് ഞാൻ മാറ്റിയെടുത്തിരിക്കുന്നത്. അതിലൊരു ഉരുള എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ എണ്ണയോ പൊടിയോ ഒന്നും വിതറേണ്ട ആവശ്യം ഉണ്ടാവില്ല. പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പൊടി വിതറിയാൽ മതി. ഞാനിവിടെ പൊടിയോ എണ്ണയോ ഒന്നും ആക്കാതെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനതിൻ്റെ കനം കാണിച്ചു തരാം. ആ ഒരു രീതിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ നിലക്കടല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറക്കാത്ത നിലക്കടല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നിലക്കടല കൂടെ വരുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനിതാ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കൊന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 ഭാഗവും ഒന്ന് ക്ലോസ് ചെയ്യുക.
അതിനുശേഷം ഇത് കൈ ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കുക. ഒരുപാട് വലിക്കാൻ പറ്റില്ല. ഇതുപോലെ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈ ഒരു രീതിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും. മൈദയാണെങ്കിൽ ഒന്നും കൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ പറ്റുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കുക, പൊട്ടാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. മറ്റേ ഭാഗം അടിയിൽ വെച്ചിട്ട് ഒന്ന് കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ചെറിയ പൊട്ടലൊന്നും കുഴപ്പമില്ല, നല്ലോണം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് എണ്ണയിൽ അങ്ങനെ മുക്കി പൊരിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് വളരെ കുറച്ച് എണ്ണയിലാണ്. ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാ ഭാഗവും നല്ലപോലെ മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അനക്കാതെ വയ്ക്കുക. ഒരു ഭാഗം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമുക്ക് ഒരേപോലെ മൊരിയിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളോളം വെന്ത് വരില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പുറമേ നല്ല മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ ആ ഒരു പഴവും കടലയും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.